നമസ്കാരം. പ്രധാന വാർത്തകൾ. സപ്ലൈകോ ഓണം ഫെയറുകൾ നാളെ മുതൽ. ഈ വർഷത്തെ സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം 5-ന് വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട EK നയനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ആദ്യ വിൽപ്പന നടത്തും. സെപ്റ്റംബർ 5 മുതൽ 14 വരെയാണ് ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാതല ഫെയറുകൾ സെപ്റ്റംബർ 6 മുതൽ 14 വരെ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രത്യേക സൌകര്യങ്ങളോടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ, മറ്റ് FMCG ഉൽപ്പന്നങ്ങൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പഴം, ജൈവ പച്ചക്കറികൾ എന്നിവ മേളയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിൽപ്പന നടത്തും. നടൻ VP രാമചന്ദ്രൻ അന്തരിച്ചു. സീരിയൽ സിനിമാ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ VP രാമചന്ദ്രൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അമേരിക്കൻ കോൺസുലേറ്റ് ജീവനക്കാരനുമായിരുന്ന ഇദ്ദേഹം പയ്യന്നൂർ സ്വദേശിയാണ്. പ്രശസ്ത നർത്തകൻ പത്മഭൂഷൺ VP ധനഞ്ജയന്റെ സഹോദരനാണ്. 1987 മുതൽ 2016 വരെ സിനിമയിൽ സജീവമായിരുന്നു. 19 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് വീടിന് തീപിടിച്ച സംഭവം. ഒരു കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. മലപ്പുറം പൊന്നാനിയിൽ വീടിന് തീപിടിച്ച് പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. സരസ്വതി, മകൻ മണികണ്ഠൻ, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. മലപ്പുറം പെരുമ്പടപ്പ് പുറങ്ങിലാണ് സംഭവം. ഗുരുതരമായി പൊള്ളലേറ്റ 3 പേരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. ഇവർക്ക് 90%-ലേറെ പൊള്ളലേറ്റിരുന്നു. ആദ്യം സരസ്വതിയാണ് മരിച്ചത്. തൊട്ടുപിന്നാലെ മണികണ്ഠനും റീനയും മരിക്കുകയായിരുന്നു. പുലർച്ചെ 2 മണിയോടെയാണ് വീടിന് തീപിടിച്ചതായി നാട്ടുകാർ കണ്ടത്. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പെട്രോളിന്റെ അവശിഷ്ടങ്ങളും കുപ്പിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. മണികണ്ഠൻ, റീന ദമ്പതികളുടെ മക്കളായ അനിരുദ്ധൻ, നന്ദന എന്നിവർ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്നു. മുറിയിൽ തീ പടർന്നത് കണ്ട് ഓടിയെത്തിയ ഇവർക്ക് ചെറിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. എന്നാൽ പരിക്ക് സാരമുള്ളതല്ല. ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖ്യമന്ത്രിയുടെ രാജി. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച SP ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി. ജലപീരങ്കിയും പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ വടികളും ചെരുപ്പുകളും എറിഞ്ഞു. പ്രവർത്തകരെയും കൊണ്ടുപോയ പോലീസ് ജീപ്പ് പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. അതേസമയം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ജില്ലകളിലായി SP ഓഫീസുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. എറണാകുളത്തും യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡിന് മുകളിൽ കയറി മറിച്ചിടാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചെട്ടികുളങ്ങരയിൽ വാറ്റ് സംഘം എക്സൈസ് പിടിയിൽ. ആലപ്പുഴ ചെട്ടികുളങ്ങരയിൽ ചാരായം വാറ്റുന്നതിനിടയിൽ വാറ്റ് സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ബെഞ്ചു തോമസ്, ജോർജ് വർഗീസ്, അജിത്, രാജീവ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 20.5 ലിറ്റർ ചാരായം, 100 ലിറ്റർ കോട, 20 ലിറ്റർ സ്പെൻ വാഷ്, വാറ്റുപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. കായംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് വാറ്റ് സംഘത്തെ എക്സൈസ് കൈയോടെ പിടികൂടുന്നത്. വയനാട് പുനരധിവാസം. രാഹുൽ ഗാന്ധി 1 മാസത്തെ ശമ്പളം KPCC ഫണ്ടിലേക്ക് കൈമാറി. വയനാട് പുനരധിവാസത്തിന് എല്ലാവരിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. KPCCയുടെ പുനരധിവാസ ഫണ്ടിലേക്ക് രാഹുൽ ഗാന്ധി 1 മാസത്തെ ശമ്പളം കൈമാറി. വയനാട് മനോഹരമായ ഒരു പ്രദേശമാണ്. ആ നാടിനെ പുനർനിർമ്മിക്കാൻ നമുക്ക് ഒരുമിക്കാമെന്നും രാഹുൽ പറഞ്ഞു. അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ SIക്ക് 2 മാസം തടവ്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ SIയെ ശിക്ഷിച്ച് ഹൈക്കോടതി. ആലത്തൂർ സ്റ്റേഷനിലെ SI ആയിരുന്ന VR റെനീഷിനെയാണ് ഹൈക്കോടതി 2 മാസം തടവിന് ശിക്ഷിച്ചത്. SI തൽക്കാലം ജയിലിൽ പോകേണ്ടി വരില്ല. 1 വർഷത്തേക്ക് സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്ന് SIക്ക് കോടതി നിർദ്ദേശം നൽകി. സംഭവത്തിൽ നേരത്തെ SI കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബെഞ്ചിന് മുമ്പാകെയായിരുന്നു മാപ്പ് പറഞ്ഞത്. ഇത് കോടതി അംഗീകരിച്ചിരുന്നു. വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനോട് SI റിനീഷ് അപമര്യാദയായി പെരുമാറുന്ന ദൃശ്യങ്ങൾ 140 ന്യൂസ് പുറത്തുവിട്ടിരുന്നു. തുടർന്നാണ് സംഭവത്തിൽ കോടതി ഇടപെട്ടത്.
മകളെ ലൈംഗികമായി പീഡിപ്പിച്ച അച്ഛന് മരണം വരെ കഠിന തടവ് വിധിച്ച് കോടതി. തിരുവനന്തപുരത്ത് മകളെ പീഡിപ്പിച്ച അച്ഛന് മരണം വരെ കഠിന തടവ് ശിക്ഷ. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. വിവിധ വകുപ്പുകളിലായി 3 വട്ടമാണ് മരണം വരെ കഠിന തടവ് വിധിച്ചിട്ടുള്ളത്. കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോൾ കുട്ടിയുടെ അമ്മ മരിച്ചിരുന്നു. അച്ഛനോടൊപ്പം താമസിച്ചിരുന്ന കുട്ടിയെ പ്രതി 5 വയസ്സ് മുതൽ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. ഉപദ്രവം സഹിക്കാനാവാതെ വന്നതോടെ കുട്ടി ക്ലാസ് ടീച്ചറോട് വിവരം പറയുകയായിരുന്നു. ക്ലാസ് ടീച്ചർ വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തു. 1 വർഷത്തിനകമാണ് വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചത്. 35-കാരനെയാണ് കോടതി ശിക്ഷിച്ചത്. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കി. തൃശൂരിൽ H1N1 ബാധിച്ച് 62-കാരിക്ക് ദാരുണാന്ത്യം. തൃശൂരിൽ H1N1 ബാധിച്ച് 62-കാരി മരിച്ചു. എറവ് സ്വദേശി ഫെർഡിനാൻഡിന്റെ ഭാര്യ മീനയാണ് മരിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വീണ്ടും H1N1 പടരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. തുടർന്ന് രോഗവ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻകർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായണൻ, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ C കൃഷ്ണകുമാർ, സുധീർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ജോർജ് കുര്യന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.